പ്രശ്നസാധ്യതയുള്ള തലശ്ശേരിയിലെ പലയിടങ്ങളിലും സമയോചിത ഇടപെടലിലൂടെ ശ്രദ്ധേയനായ തലശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ സേവനം ഇനി കണ്ണൂരിൽ. കണ്ണൂർ ക്രൈംബ്രാഞ്ചിലേക്കാണ് സ്ഥലമാറ്റം. തലശ്ശേരിയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു തലശ്ശേരി പോലീസ്. അതിന് നേതൃത്വം നൽകിയത് CI ബിജു പ്രകാശ് ആയിരുന്നു. തലശ്ശേരിയിലെ പ്രസിദ്ധമായ ജഗന്നാഥ ക്ഷേത്ര ഉത്സവവും ഇല്ലത്ത് താഴെ മണ്ണാളിക്കാവ് ഉത്സവമൊക്കെ ഭംഗിയായി പര്യവസാനിച്ചത് പോലീസിന്റെ കൂടി ഇടപെടൽ കാരണമായിരുന്നു. വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകുമായിരുന്ന തലശ്ശേരി തീരദേശ സ്ഥലമേറ്റെടുപ്പ് ഒരു ദിവസം കൊണ്ട് ക്രമസമാധാന പ്രശ്നം ഒന്നുമില്ലാതെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതും തലശ്ശേരി പോലീസിന്റെ പൊൻതൂവലാണ്. ഇതിനെല്ലാം നേതൃത്വം വഹിച്ചത് ബിജു പ്രകാശ് ആയിരുന്നു. ഞാൻ വന്നത് തന്നെ നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൊടിയേറ്റ ദിനമായ മാർച്ച് 8-ാം തീയതിയാണ്. 2025 മാർച്ച് 8-ാം തീയതി. നമുക്കറിയാം, ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ്. തലശ്ശേരിയിലെ അല്ലെ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ അമ്പലങ്ങളിലെ നമുക്കറിയാം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അമ്പലമാണ് ശ്രീ ജഗന്നാഥ ക്ഷേത്രം. നല്ല രീതിയിലുള്ള പൊതുജനങ്ങളുടെ പിന്തുണ, എൻ്റെ മേലുദ്യോഗസ്ഥരുടെ പിന്തുണ, എൻ്റെ സഹപ്രവർത്തകരുടെ നല്ല ടീം സ്പിരിറ്റോടെയുള്ള വർക്ക്, ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ആ ഉത്സവം ഭംഗിയായി നടത്താൻ സാധിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വർഷക്കാലം യാതൊരു ക്രമസമാധാന പ്രശ്നവുമില്ലാതെ മറ്റ് പല മേഖലകളിലും ഉത്സവ സ്ഥലങ്ങളിൽ സംഘർഷഭരിതമാകുമ്പോൾ ഈ ഒരു വർഷക്കാലം എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യാതെ, ഒരു ക്രമസമാധാന പ്രശ്നം പോലും ഇല്ലാത്ത രീതിയിൽ വളരെ സമയോചിതമായ ഇടപെടലിലൂടെ എൻ്റെയും സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ പിന്തുണയോടുകൂടി സമയോചിതമായ ഇടപെടലിലൂടെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു വർഷക്കാലം എനിക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചു എന്നത് എനിക്ക് വളരെ ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ കഴിവുകൊണ്ടോ എന്നറിയില്ല. ഏതായാലും രണ്ടുകൊണ്ടും ഞാൻ അതിൽ സന്തോഷവാനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും തലശ്ശേരിയിലെ ക്രമസമാധാനം സുഗമമായി നടത്താൻ ബിജു പ്രകാശിന് സാധിച്ചു. പല ക്രിമിനൽ കേസുകളിലും ശാസ്ത്രീയമായി തെളിയിക്കാൻ പോലീസിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണ് ബിജു പ്രകാശ് തലശ്ശേരിയിൽ നിന്നും പടിയിറങ്ങുന്നത്. നഗരത്തിലെ വ്യവസായികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ സിറ്റി വാച്ച് എന്ന പേരിൽ 60ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് സിറ്റിയെ നിരീക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഈ നിയമപാലകന് സാധിച്ചു. ഒരു വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് ബിജു പ്രകാശ് തലശ്ശേരിയിൽ നിന്നും കണ്ണൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് എത്ര കാലം ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, ആ നിൽക്കുന്ന നേരം എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ആളുകൾ ഓർമ്മിക്കപ്പെടുക. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. ഇനിയുള്ള ഔദ്യോഗിക ജീവിതത്തിലും ഒരുപാട് ഉയരങ്ങളും ജനസേവനങ്ങളും നടത്തുവാൻ ഈ ഉദ്യോഗസ്ഥന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തലശ്ശേരിയിൽ നിന്നും സിറാജ് കല്യാശ്ശേരി, കണ്ണൂർ വിഷൻ.